യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നമുക്ക് പ്രാരംഭമായി അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനം എഫേസ്യൻസ് 2:20 എഫേസ്യൻസ് 2:20 നമുക്കൊന്ന് പ്രാരംഭമായി വായിക്കാം. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ. ആരാ മൂലക്കല്ല്? ക്രിസ്തു യേശു തന്നെ കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനുമല്ല പണിയപ്പെട്ടിരിക്കുന്നത്, ക്രിസ്തു യേശുവിൽ തന്നെ. ക്രിസ്തു യേശുവിൽ തന്നെ മൂലക്കല്ലായി എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിതിരിക്കുന്നു. ക്രിസ്തു എന്ന മൂലക്കല്ലിലായിരിക്കണം. രാമ്യം പറഞ്ഞാട്ട്, പുതിയ വിശ്വാസം രാമ്യം പറഞ്ഞാട്ട്, യഹൂദന്റെ കഥകൾ കേട്ട് മനം മടുത്തവർ ഹല്ലേലൂയ പുതിയ ചിലത് ഉൾക്കൊള്ളുവാൻ കാത്തിരിക്കുന്ന ഹല്ലേലൂയ ചിലർ രാമ്യം പറഞ്ഞാട്ട് ഹല്ലേലൂയ. ബോംബെക്കായി ഹാമാനി കേട്ട് ഇടപാട് തീർന്നു എന്ന് ഇന്റർനെറ്റ് മുഖാന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു മാറ്റം ഉണ്ടാകുവാൻ, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് പറഞ്ഞ വാക്ക്, അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് നൽകിയ ഉപദേശം. നിങ്ങൾ എവിടെ അടിസ്ഥാനമിട്ടവരെ വളരണം? ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ. ഹല്ലേലൂയ. 2 കൊരിന്ത്യൻസ് 5:14 മുതൽ 17 വരെ ഒന്ന് വായിച്ചാൽ. 2 കൊരിന്ത്യൻസ് 5:14 മുതൽ 17 വരെ. കേട്ടോ, ക്രിസ്തുവിന്റെ സ്നേഹം. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഒക്കെ അടിസ്ഥാനം ഒരു സ്നേഹമാണ്. യഹൂദന്റെ കഥകൾ പറയുവാൻ ആ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും തപ്പിയാൽ മതി. ആ ചരിത്രങ്ങളെ ഒരു വ്യക്തിയിലേക്ക് എത്തിക്കാൻ കൃത്യമായ പഠനങ്ങൾ നടത്തി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്, ഞങ്ങളെ നിങ്ങളോട് പറയുവാനുള്ള വിഷയം അതൊന്നുമല്ല. കാരണം ഞങ്ങളെ നിങ്ങളോട് ചില സംസാരിക്കാൻ നിർബന്ധിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹമാകും. വായിച്ചാട്ടെ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ. യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണോ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുകയാണ്. എല്ലാവരും മരിച്ചു എന്നും ക്രിസ്തുവിലുള്ള മരണം, ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റവർ ജീവിക്കുന്ന നിങ്ങൾ ഇനിയും തങ്ങൾക്കായിട്ടല്ല, നിങ്ങളുടെ ജഡത്തിനായിട്ടല്ല, പിന്നെ തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ കേട്ടോ, ആർക്ക് വേണ്ടി ജീവിക്കേണ്ടത്? യേശു ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും താരതമ്യപ്പെട്ടവരുടെ ജീവിതം. ബോണഗേനായ വ്യക്തി, ഞാൻ ബോണഗേനാണ് തന്റെ അടുത്തോട് പറയുന്നവരുണ്ടെങ്കിൽ അവൻ ആർക്ക് വേണ്ടി ജീവിക്കണം? തനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. മനസ്സിലാക്കുക മാത്രം കർത്താവിനെ സൂചിച്ചാണ്. എത്രാമത്തെ വാക്യം വായിച്ചത്? 15. ബാക്കി വായിച്ചാൽ. ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. കേട്ടോ, ശ്രദ്ധിച്ചേക്കണേ. ഹല്ലേലൂയ. നമ്മൾ പലതും അറിയുന്നതും കേൾക്കുന്നതല്ല. എന്താ സൂത്രം? ചില പറയത്തില്ലേ, ബ്രദറെ ആ സാക്ഷി ഒന്ന് പറഞ്ഞേ. പക്ഷെ ഇപ്പൊ തന്നെ പറയണോ? കാരണം എന്താ? അങ്കിൾ അവിടെ പറഞ്ഞു, അങ്കിളും ആന്റി എന്നുള്ളപ്പോ പറഞ്ഞ അങ്കിളിന് വല്ലതും തോന്നത്തില്ലേ? എടാ, നിനക്ക് വീണ്ടും ചെല്ലാൻ തന്നത് ഈ അങ്കിൾ അല്ലെന്നേ. നിന്നെ വിളിച്ച് വേർതിരിച്ച് നിർത്തിയേക്കുന്നത് ഈ അങ്കിൾ അല്ലെന്നേ. നീ ഇപ്പോഴും എന്തോ കണ്ടോണ്ടിരിക്കുക, ജനപ്രകാരം വിഷയങ്ങളെ വിശകലനം ചെയ്യും. എന്റെ ഇന്നാര് സ്തോത്രം. ചിലപ്പോ അമ്മേനോട് ചിലരൊക്കെ കാര്യങ്ങൾ ചോദിക്കും, സ്വന്തത്തിനും ബന്ധത്തിനും പെട്ട കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, അമ്മ ഇതൊന്നും തിരക്കാൻ എനിക്ക് സമയമില്ലെന്ന്. നീ അറിഞ്ഞായിരുന്നു? ഞാൻ പറഞ്ഞു, ഇതൊന്നും തിരക്കാൻ സമയമില്ല, അറിയാൻ വേണ്ട. ഒത്തിരി കാര്യങ്ങൾ വേറെ ഉണ്ട്. കാരണം ഞാൻ എന്തിലൂടെ ആരെയും കാണുന്നില്ല, മനസ്സിലാകുന്നില്ല. കല്ലുവരിക്കലെ ഇന്നാറ മകനെന്ന നിലയിലല്ല ഞാൻ നിൽക്കുന്നത്. അവസാന തുള്ളി രക്തം വരെ വീണ്ടെടുത്ത് എനിക്കൊരു വീണ്ടെടുപ്പ് വന്ന് എന്നെ ഹല്ലേലൂയ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും കൈപിടിച്ച് ഉയർത്തിയ യേശുവിലത്രേ, ആ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലത്രേ ഞാൻ നിൽക്കുന്നത്. അപ്പൊ എന്റെ കുടുംബ വിഷയങ്ങള്
അല്ലെ എന്റെ പിതാവിന്റെ ഈ കഥകളൊന്നും എന്നെ ചലിപ്പിക്കുന്ന വിഷയങ്ങളല്ല. എന്നെ ചലിപ്പിക്കുന്ന വിഷയം ഈ വിശുദ്ധ വചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. വരാമീൻ പറഞ്ഞാൽ അതെ, ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. വാക്യം ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനി മേലാൽ അറിയുന്നില്ല കേട്ടോ. അതാണ് ഇന്ന വീട്ടിലെ ഇന്ന കുടുംബത്തിൽ ഇന്ന വംശത്തിൽ ഇന്ന ഗോത്രത്തിൽ ഇന്നാരുടെ മകനായി ജനിച്ച അല്ലേ. ചിലർക്ക് ഇന്നും അങ്ങനെ ആ ജനിച്ച യേശുവിനെ കൊണ്ട് നടക്കുന്നവരുണ്ട്. ആരംഭം മുതലേ ഉള്ളവൻ. യോഹന്നാന്റെ സുവിശേഷം അങ്ങനെ പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആ അറിവാണ് ഇന്ന് ഞങ്ങളെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. ഇന്നടത്തെ ഇന്നാരുടെ ഇന്ന പണി ചെയ്ത് ഇത്ര കാലം ജീവിച്ച യേശുവിന്റെ ഹിസ്റ്ററി അല്ല ഞങ്ങളെ നയിക്കുന്നത്. സർവത്തെ ഒറ്റ വാക്കുകൊണ്ടുണ്ടാക്കിയ വചനമായ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അത്രേ ഞങ്ങൾ ചലിക്കുന്നത്. ഒരാമീൻ പറഞ്ഞാണ്. അതാ യേശുവിനെ കുറിച്ച് ജഡപ്രകാരം ഞങ്ങൾ അറിഞ്ഞു. എന്നാൽ ഇന്ന് അങ്ങനെ അറിയുവാനല്ല, പകരം യേശു ക്രിസ്തു എന്ന വെളിപ്പാടിൽ മുന്നോട്ട് ചലിക്കുവാൻ ആഗ്രഹിക്കും. ആ വാക്യം പൂർണ്ണമായോ വായിച്ചാൽ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കേട്ടോ, ഇന്നടത്തെ ഇന്ന കുടുംബത്തിലെ ഇന്ന ആളുടെ ഇന്ന പാരമ്പര്യം അവിടെ വരുമ്പോഴായി എല്ലാവരെയും സ്നേഹിക്കാനും കരുതാനും പറ്റാതെ വരുന്നു. മനസ്സിലാകുന്നില്ല? സർവ്വരെയും ചേർത്ത് പിടിച്ച യേശുവിന്റെ സ്നേഹം അല്ലെ. ശമരിയക്കാരെ യഹൂദന്മാർ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അത്രത്തോളം മാറ്റി നിർത്തിയിരുന്ന കാലത്ത് അവൻ എന്ത് ചെയ്തു? ഒരു ശമരിയ സ്ത്രീക്ക് വിടുതൽ നൽകി. അവൻ ശമരിയ പട്ടണത്തിൽ കാലെടുത്ത് കുത്തി. ഹല്ലേലൂയ. അവൻ യവനന്മാരോട് ദൈവവചനം പ്രസംഗിച്ചു. അവനെ കുറിച്ചുള്ള യേശുവെ കുറിച്ചുള്ള ബോധ്യം അകത്ത് നിറയപ്പെട്ട പൗലോസ് ജാതികളുടെ ഈ സുവിശേഷത്തിന്റെ മർമ്മം പങ്കുവെച്ചു. ഹല്ലേലൂയ. അപ്പൊ പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. സ്തോത്രം. എഫേസ്യൻസ് 3:16 മുതൽ 21 വരെ വേഗം വായിച്ചാട്ടെ. എഫേസ്യൻസ് 3:16 മുതൽ 21 വരെ. അവൻ തന്റെ മഹത്വത്തിന്റെ ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, ഇന്നർ പേഴ്സൺ, നിങ്ങളുടെ അകത്തെ വ്യക്തിയെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. ഈ പഴയ നിയമത്തിൽ എങ്ങും ഈ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്ന വിഷയമില്ല. ഭൗതികമായ വിഷയങ്ങളിൽ എങ്ങനെ വളരാം, എങ്ങനെ ഉയരാം, എങ്ങനെ രാജ്യങ്ങളെ കീഴടക്കാം, ഇന്നും അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഹല്ലേലൂയ. ശത്രു രാജ്യങ്ങളുടെ മേൽ ജയമെടുക്കുന്നു. ജയമെടുക്കാതെ പോകും. തോറ്റു പോകുമ്പോൾ എന്തു പറയും? ദൈവം അവരെ കരുതുന്നില്ല. അവർ ചെയ്ത പ്രവൃത്തികൾക്ക് ദൈവം എന്ത് ചെയ്തു? അവർക്ക് ശിക്ഷ കൊടുത്തു. അപ്പം അനുഭവിച്ചു. പിന്നെയും അവർ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നു. എന്തിനു വേണ്ടി? ആ രാജ്യത്തെ മേൽ ജയമെടുക്കാൻ വേണ്ടി, മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി. ഭൗതിക വിഷയങ്ങളെ ബേസ് ചെയ്തുള്ള ചിന്തകളും ആശയങ്ങളുമാണ് ഇവിടെ നിൽക്കുന്നത് പഴയ നിയമത്തിൽ. പക്ഷെ അകത്തെ മനുഷ്യൻ വളരുക എന്ന വിഷയം, അകത്തെ മനുഷ്യൻ ബലപ്പെടുക എന്ന വിഷയം എവിടെ നിൽക്കുന്നു? പുതിയ നിയമ പഠനത്തിൽ. ഒരാമ്യം പറഞ്ഞാട്ട് വായിച്ചാട്ട്. ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസം. എങ്ങനെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടത്? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരുടെ കൂടെ ഗ്രഹിപ്പാനും ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? പൗലോസ് സഭയെ കുറിച്ചുള്ള പ്രാർത്ഥന, തന്റെ കൂടെയുള്ളവരെ കുറിച്ചുള്ള പ്രാർത്ഥന നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ഹല്ലേലൂയ. നിറഞ്ഞു വരികയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതക്രമം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു നിറവ് നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ ചലിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തെളിവിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, ചോദിക്കുന്നതിനും നിരക്കുന്നതിനും അത്യന്തപരമായ ഈ വാക്യം മാത്രമെടുത്ത് ഹല്ലേലൂയ പറയുന്ന ഒരുപാട് കൂട്ടങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്.
പക്ഷെ എവിടെയാണ് നിറവ് വരുന്നത് മനസ്സിലാക്കണം. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായത് ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന എവിടെ നമ്മൾ വ്യാപരിക്കുന്ന നമ്മൾ അകത്ത് വ്യാപരിക്കുന്ന പറയാൻ കഴിയണമെങ്കിൽ ആ ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ ഉണ്ടാകും. ഒരാമീൻ പറഞ്ഞാൽ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. സ്തോത്രം. ചോദിക്കുന്നതിലും വാക്യം കിടക്കുന്നുണ്ട്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഞാൻ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും വീര്യപ്രവർത്തികളിലും വിശ്വസിക്കുന്നതിന് നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ വന്ന് ഒരുപാട് രോഗികൾ സൗഖ്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരുവൻ ആത്മീയമായി വളർന്നാൽ, ആത്മീയമായി ഒരുവൻ ഉയർന്നാൽ, പക്ഷെ നാളെ എൻ്റെ എന്താവും എന്ന് ചോദിക്കത്തില്ല. കാരണം അവനൊരു ബോധ്യമുണ്ട്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നല്ലതൊരുക്കി. എങ്ങനെ? യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, വിവിധ വിഷയങ്ങളെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് മറുപടി നിശ്ചയമായി ഉണ്ടാകും ദൈവവചനം പറയുന്നു. എന്നാൽ മറുപടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം കർത്താവേ, എനിക്ക് വേണ്ടി അവസാനം രക്തം വരെ ഊറ്റിത്തന്ന എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ എനിക്ക് നിറയണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമായി അകത്തെ മനുഷ്യൻ ബലത്തോടെ നിൽക്കുന്നുവെന്ന് മറ്റുള്ളവർക്ക് പറയുവാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ ജനത്തെ മാറ്റണമേ എന്നടിയും പ്രാർത്ഥിക്കുക. നിറയ്ക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകുകയില്ല. കർത്താവിന്റെ സ്നേഹത്തെ അറിഞ്ഞവർക്ക് എല്ലാം സ്വന്തവും ഉചിതവുമായി വെളിപ്പെടുക തന്നെ ചെയ്യും. കർത്താവിന്റെ കൃപ വ്യാപരിക്കപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. എന്റെ തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് മിനിറ്റ്സ് ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ നിറഞ്ഞാൽ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികവിൽ നിങ്ങൾ നിറഞ്ഞാൽ, നിങ്ങൾക്ക് വിരോധമായി ഒരു ശക്തി എഴുന്നേക്കത്തില്ല. എല്ലാ മേഖലയിലും നിങ്ങൾ ജയാളിയെ മാറുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് ഉണ്ടാകട്ടെ. ദൈവം നിങ്ങൾ ധാരാളമായി നിറയ്ക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ, ആമേൻ.